വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ചേട്ടാ ജോലി വേണമെങ്കിൽ എന്താ പിക്സൽ ഗോയിങ് FF ജോലി വേണമെങ്കിൽ എന്നെ അച്ഛനെന്ന് വിളിച്ചാൽ മതി. എന്താണ് സുഹൃത്തെ, ഇങ്ങനെയൊക്കെയാണോ ഒരു കമൻ്റ് ഇടുന്നത്? നിങ്ങൾ ഫേക്ക് ഐ ഡി ആയിരിക്കാം, പക്ഷേ അതിൽ നിങ്ങളുടെ ഉള്ളിലൊരു നിങ്ങളൊരു മനുഷ്യനല്ലോ, ഒരാളാണല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്കും ഒരു അച്ഛനും ഉണ്ട്, അമ്മയും ഉണ്ട്. ഒരു ആൾ ലൈവിൽ വരുമ്പോൾ അങ്ങനെ, പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വികാരമുള്ള ഒരാളാണ് കേട്ടോ. അതുകൊണ്ട് ദയവായി നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് അടിച്ചിട്ട് പൊക്കോളൂ, ഞാൻ നിർബന്ധിച്ചില്ലല്ലോ. പക്ഷെ അങ്ങനെയൊന്നും വന്ന് നമ്മൾ പറയാൻ വേണ്ടി പാടില്ല സുഹൃത്തെ. നിങ്ങൾ ഫേക്ക് ഐ ഡി എന്നായിരിക്കാം പറയുന്നത്, പക്ഷേ നിങ്ങളത് പറയുന്നത് തെറ്റാണ്. അങ്ങനെ പറയാൻ പാടില്ല കേട്ടോ, അത് ശരിയല്ല. കാരണം നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ അച്ഛനെ ഒന്ന് ഓർക്കുക. ആ മനുഷ്യനും നിങ്ങൾക്ക് വേണ്ടി എത്രത്തോളം ജീവിതത്തിൽ നിങ്ങളെ എത്ര നല്ലതുപോലെ കരുതി നല്ലതുപോലെ വന്ന ആളല്ലേ. അപ്പോൾ ഒരാൾ വന്ന് നിങ്ങളോട് അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമോ? അത് അങ്ങനെ പറയരുത് കേട്ടോ, അത് തെറ്റാണ് കേട്ടോ. ഇനി അങ്ങനെ ആവർത്തിക്കരുത്, അത് തെറ്റാണ്. ഓക്കെ നിജ, ഹായ് നിജ. റാപ്പർ സോറി. പിന്നെ അർച്ചന പോരുട്ടാതി. റാപ്പർ സോറി പറ. ആരോട്? റാപ്പർ അവോയ്ഡ് എന്താണ്? ഹരിയേട്ടാ ഗുഡാണോ? ചേട്ടാ സോറി ഏട്ടാ, അങ്ങനെ പറയില്ല മോനെ. അത് ഭയങ്കര എനിക്ക് ഫീൽ ചെയ്യും. എന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് ഫീൽ ചെയ്യത്തില്ല. എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. അങ്ങനെ പറയാൻ പാടില്ല, നമ്മളത് പറയരുത്. അത് എന്തിനാണ്? എന്നെ പറയൂ, എന്നെ നിങ്ങൾ തെറി വിളിക്കൂ, എന്നെ എന്ത് വേണമെങ്കിലും നിങ്ങൾ പറയൂ. എന്ത് പറഞ്ഞാലും എനിക്കിത് ഫീലില്ല. കാരണം ഞാനിത് കേൾക്കാം എന്ന് അല്ലെങ്കിൽ കേൾക്കുമെന്നുള്ളത് കൊണ്ടാണല്ലോ ഞാൻ വന്നിട്ട് ഇങ്ങനെ ലൈവിൽ പറയും. എൻ്റെ നിലപാടുകളില്ലേ, ഞാൻ അനാവശ്യമായി പൂജകൾ ചെയ്യരുത്, അനാവശ്യമായി മന്ത്രവാദങ്ങൾക്ക് പോകരുത്, ആവശ്യമില്ലാതെ പാവങ്ങളായിട്ടുള്ള വിശ്വാസികളെ പേടിച്ച് പണം ഉണ്ടാക്കരുത് എന്നൊരു നിലപാട് ഞാൻ പറയുമ്പോൾ എനിക്കറിയാം ശത്രുക്കൾ ഉണ്ടാവുമെന്നും എന്നെ ഭയങ്കരമായിട്ട് വിമർശിക്കുമെന്ന്. പക്ഷെ അത് എന്നെ വിമർശിക്കൂ, അച്ഛനെ അമ്മയെ വെറുതെ വിടൂ, കുടുംബക്കാരെ വെറുതെ വിടൂ. കാരണം അവരല്ലല്ലോ എന്നോട് വന്നിട്ട് നീ ഇങ്ങനെ പറയൂ എന്ന് പറയുന്നത്. അപ്പം അത് ഒരിക്കലും നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. ഓക്കെ, നോ പ്രോബ്ലം, ഞാനത് വിട്ടു, നമുക്കത് വിടാം.